യൂറോപ്പിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ അവിടുത്തെ ഈ ഒരു ലോക്കൽ ലാംഗ്വേജ് ഈ ഒരു ജർമ്മനോ അല്ലെങ്കിൽ ഫ്രഞ്ചോ ഇങ്ങനെയൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോവാതിരിക്കുകയാണോ? എന്നാൽ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പത്തെ ഈ ഒരു രാജ്യത്തേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. കാരണം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 70%-ലധികം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആയിരക്കണക്കിന് കമ്പനികൾ ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സിനെ, അതായത് ഫോറിൻ നോൺ യു സ്കിൽഡ് വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കമ്പനികളും വിസ സ്പോൺസർ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു നെതർലാൻഡ്സിൽ ഈ ഒരു വർക്ക് വിസ എങ്ങനെ നമുക്ക് കിട്ടും, സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനികൾ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 100% യൂസ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് നെതർലാൻഡ്? വൈ നെതർലാൻഡ്? ഈ ഒരു യൂറോപ്പിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു ജർമ്മനി, അതുപോലെ തന്നെ അയർലാൻഡ്, ഫ്രാൻസ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകളെ ഹയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഫ്രണ്ട്ലി കൺട്രിയാണ്. ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ സാലറി ജോബുകൾ, എക്സലൻറ്റ് വർക്ക് ലൈഫ് ബാലൻസ്, സ്ട്രോങ് എക്കണോമി, ഇൻ്റർനാഷണൽ കമ്പനീസ്. സോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു യൂറോപ്പിൽ ഇപ്പോൾ നെതർലാൻഡ് വളരെ ഫേമസ് ആണ്. ഒരുപാട് സ്കിൽഡ് പ്രൊഫഷണൽസിനെ ഈ ഒരു നെതർലാൻഡ് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പലരും ഈ ഒരു ലിങ്ക്ഡ്ഇൻ തുറന്നിട്ട് എല്ലാ കമ്പനികളിലും നമ്മൾ റെസ്യൂമേ അയക്കും. പക്ഷേ എല്ലാ കമ്പനികൾക്കും നമ്മുടെ ഈ ഒരു വർക്ക് വിസ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നെതർലാൻഡിൽ വിസ സ്പോൺസർ ചെയ്യാൻ കഴിയുന്നത്, അതായത് അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കുറച്ച് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പോൺസർ കമ്പനീസ് ഉണ്ട്. അവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോറിൻ വർക്കേഴ്സിൻ്റെ വിസ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കമ്പനികൾ ഏതൊക്കെയാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസുകൾ എന്നുള്ള ആദ്യം നോക്കണം. എന്നിട്ട് നമ്മൾ അതിൽ മാത്രം അപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റാൻഡമായിട്ട് വെറുതെ അപ്ലൈ ചെയ്തിട്ട് ടൈം വേസ്റ്റിങ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു IT ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ASML, Booking.com, ഊബർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാബ്രിക്സ് ഒക്കെ ഉണ്ട്. ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിപ്സ്, അതുപോലെ തന്നെ യൂണിലിവർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫിനാൻസ് ആണെങ്കിൽ ഈ ഒരു ഒപ്റ്റിവർ, IMC ട്രേഡിങ്, ഫ്ലോ ട്രേഡേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനും കൂടുതലുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു വർക്ക് വിസ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയെന്ന് കാണാൻ പറ്റും. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുവഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പനി നെയിം, അതുപോലെ തന്നെ അവരുടെ KVK നമ്പർ ഇതൊക്കെ കാണാൻ പറ്റും. നമുക്കിതിൽ കാണാൻ പറ്റും ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. ഒരുപാട് കമ്പനികളുടെ പേര്, ഏകദേശം 100 കമ്പനികളുടെ പേരും അവരുടെ ഈ ഒരു KVK നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ കമ്പനി സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് നെറ്റിൽ പോയിട്ട് നോക്കുക. സോ ഇങ്ങനെയുള്ള ഇത്തരം കമ്പനികൾ ഇൻ്റർനാഷണൽ ഹയറിങ് നടത്തുന്നുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? അതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത്തരം കമ്പനീസിൻ്റെ പേര് നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ കരിയർ പേജിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതൊക്കെ വേക്കൻസികളാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു മാർഗ്ഗം, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ലിങ്ക്ഡ്ഇൻ ജോബ്സ്, ഇൻഡീഡ് നെതർലാൻഡ്, ഗ്ലാസ് ഡോർ, അതുപോലെ തന്നെ I am expat ജോബ്സ്, ടുഗദർ അബ്രോഡ് ഇത്തരം ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് ഇത്തരം കമ്പനീസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ പോയിട്ട് നമുക്ക് വിസ സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കുന്ന ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നെതർലാൻഡ് വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് അടിച്ചാൽ പോലും നമുക്ക് വേറെയും ഒരുപാട് കമ്പനീസ് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫയൽ വഴി പോകാൻ പറയുന്നത്. സോ ഒരു പ്രോ ടിപ്പ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ലിങ്ക്ഡ്ഇനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജോബ് അലർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ കീവേഡ്സ് ആയിട്ട് ഈ ഒരു വിസ സ്പോൺസർഷിപ്പ്, ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ്, ഇൻ്റർനാഷണൽ അപ്ലിക്കൻ്റ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ വേക്കൻസി വന്നാൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു വിസ പ്രോസസ്സ് ഇനി എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അതിനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് പെട്ടെന്ന് കിട്ടാനായിട്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി നമുക്ക് വിസ പ്രോസസ്സ് നോക്കി നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത്തരം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോൺസർ കമ്പനിയിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ജോബ് ഓഫർ നേടണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കമ്പനീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഒരു ജോബ് ഓഫർ നമ്മൾ ആദ്യം നേടിയെടുക്കണം.
പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് പറയുന്ന ഒരു മിനിമം സാലറി റിക്വയർമെൻ്റ് ഉണ്ട്, അത് നമ്മൾ മീറ്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ ഈ ഒരു ഏജിനനുസരിച്ചൊക്കെ സാലറി ലിമിറ്റേഷൻ മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് 3 പറയുന്നത് കമ്പനി തന്നെയാണ് നമ്മളുടെ ഈ ഒരു വിസ ആപ്ലിക്കേഷൻ INDക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു IND എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ സർവീസാണ് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് 4 പറയുന്നത് നമ്മൾ ഈ ഒരു അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എംബസി വഴി നമുക്ക് എൻട്രി വിസ നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് 5 പറയുന്നത് ഈ ഒരു നെതർലാൻഡിൽ എത്തിയ ശേഷം ഈ ഒരു BSN നമ്പർ, അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റ്, ബാങ്ക് അക്കൗണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നേടിയെടുക്കണം. ഓക്കെ, പിന്നെ ഒരു ഹിഡൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നെതർലാൻഡിൽ ചില സ്കിൽഡ് വർക്കേഴ്സിന് 30% ടാക്സ് റൂളിംഗ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യണ മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കുക, അതായത് CV ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു യൂറോപാസിൻ്റെ CV തന്നെ ഉണ്ടാക്കുക. കാരണം അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ സെലക്റ്റഡ് ആവുള്ളൂ. എപ്പോഴും ഒരു യൂറോപാസിൻ്റെ CV, യൂറോപാസിൻ്റെ കവർ ലെറ്റർ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഏതൊരു CV ഉണ്ടാക്കുകയാണെങ്കിലും ഏതൊരു കവർ ലെറ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അതായത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ജോബിൻ്റെ റിക്വയർമെൻറ്റ് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ഉള്ള കീവേഡ്സ് ഈ ഒരു യൂറോപാസിൻ്റെ CVയിലും യൂറോപാസിൻ്റെ കവർ ലെറ്ററിലും നിങ്ങൾ ആഡ് ചെയ്യുക. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഫുള്ളും കോപ്പി ചെയ്യുക, എന്നിട്ട് ChatGPTയിൽ പോയി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കീവേഡ്സ് ഏതൊക്കെയാണ്, അതായത് CVക്കും അതുപോലെ തന്നെ ഈ ഒരു കവർ ലെറ്ററിനും ആഡ് ചെയ്യാൻ പറ്റിയ കീവേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. സോ അതിനനുസരിച്ച് വരുന്നത് നമ്മളുടെ CVയിലും നമ്മളുടെ ഈ ഒരു കവർ ലെറ്ററിലും നമ്മൾ ആഡ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു CV ഉണ്ടാക്കുക. ഓക്കെ, നമ്മളെ ചാനലിൽ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഒരു യൂറോപാസിൻ്റെ CVയും കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ഈ ഒരു ഡച്ച് ലാംഗ്വേജ് അറിയണം എന്നുള്ള ഒരു നിർബന്ധമല്ല. കാരണം നമുക്കിപ്പോൾ ഈ ഒരു IT ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു AI ആണെങ്കിലും പിന്നെ ഈ ഒരു റിസർച്ച് സോഫ്റ്റ്വെയർ, മൾട്ടിനാഷണൽ കമ്പനീസ്, ഇവിടെയൊക്കെ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങളുടെ ഗോൾ യൂറോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെതർലാൻഡ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി തന്നെയാണ്. നല്ല ഹൈ സാലറി, ഇംഗ്ലീഷ് ഫ്രണ്ട്ലി കൺട്രി, വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന രാജ്യം, എക്സലൻറ്റ് ലൈഫ് സ്റ്റൈല്. സോ ഇങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.